ലാൽ സലാം വിമർശിക്കാൻ വന്നവന്മാരുടെ അണ്ണാക്കിൽ പിരിവെട്ടിച്ചിരിക്കുന്നു ലാലേട്ടൻ. ഇതാടാ മോഹൻലാൽ മാജിക്. ഇത് തന്നെയാണ് പറയാനുള്ളത്. ഹൃദയപൂർവ്വം എന്ന ചിത്രം 6ാം ദിനത്തിൽ കടക്കുമ്പോൾ ഇന്നും പ്രീസെയിലൂടെ വന്നിരിക്കുന്നത് 72 ലക്ഷം രൂപയോളമാണ്. ഇതേപോലെ ഒരു റെക്കോർഡ് ആർക്കെങ്കിലും തൂക്കാൻ കഴിയുമോ? പലരും ഈ സിനിമ ഇപ്പോൾ വീഴും, ഇച്ചിരി കഴിയുമ്പോൾ വീഴും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിൽ സിനിമ 50 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. ഈ 6ാം ദിനവും സിനിമ 2 കോടിക്ക് മുകളിൽ തൂക്കിയിരിക്കും. അത് നിജം, ഉറപ്പായിട്ടും തൂക്കിയിരിക്കും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ 10 ലക്ഷം ടിക്കറ്റുകൾ വിറ്റ് പോകാൻ പോവുകയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം തന്നെ 8 ലക്ഷത്തിന് മുകളിലായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇന്നത്തോടെ ഒരു പക്ഷേ 10 ലക്ഷം ടിക്കറ്റുകൾ, അതായത് 1 മില്യൺ ടിക്കറ്റ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വിൽക്കാൻ പോകുന്നു. ഇതുവരെ കണ്ട കളിയായിരിക്കില്ല ഇനി അങ്ങോട്ട്. സിനിമ 100 കോടി തീർച്ചയായും തൂക്കിയിരിക്കും. ആദ്യ ദിനത്തെ ഗംഭീര കളക്ഷൻ പോലെ തന്നെ 4ാം ദിനവും അതിന് മുകളിലേക്ക് കയറിയപ്പോൾ 5ാം ദിനം തിങ്കളാഴ്ച വീണോ എന്ന് ചോദിച്ച് വന്നവന്മാരുണ്ട്. വീണിട്ടില്ലടാ എന്ന് തന്നെയാണ് പറയാനുള്ളത്. 2 കോടി 20 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി വന്നത്. സ്ഥിരമായിട്ട് ആവറേജ് നോക്കുകയാണെങ്കിൽ 7 കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡ് ആയിട്ട് ഓരോ ദിവസവും എത്തിയിരിക്കുന്നത്. സിനിമ 4 ദിവസം കൊണ്ട് 33 കോടിയായെങ്കിൽ 5ാം ദിവസം കൊണ്ട് സിനിമ 39 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകും. എന്തായാലും 6ാം ദിവസം കൊണ്ട് സിനിമ 45 കോടിക്ക് മുകളിലേക്ക് കയറുമെന്നുള്ളതിന് സംശയമില്ല. അതായത് എഴുതി വെച്ചോളൂ, നാളെ 50 കോടി തൂക്കുമെന്നുള്ളത്. എന്താണേലും വിമർശകരുടെ കണ്ണീര് മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അത്ര ഗംഭീരമായിട്ട് തന്നെ ഫാമിലി ഓഡിയൻസ് ഏറ്റെടുത്തു. മോഹൻലാലിൻ്റെ അങ്ങനെയുള്ള സിനിമകൾ വന്നാൽ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അത്യാവശ്യം ഏത് സിനിമ വന്നാലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതൊരു ഫാമിലി ചോയ്സായി മാറുകയാണ്. എത്ര ഗംഭീരമായിട്ടുള്ള ഓപ്പണിംഗ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഒറ്റയാൻ പോരാട്ടം തുടരുക തന്നെയാണ്. അതെ, എവിടെ നിർത്തി അവിടെ നിന്ന് ഹൃദയപൂർവ്വം പോകുന്നു. ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് പ്രേക്ഷകർ മുന്നോട്ട് നയിക്കുന്നു. ഫാമിലിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായി മാറുന്നു ഈ ഒരു ഓണക്കാലത്ത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററുകളിൽ പോയി നോക്കുക. അവിടെ ഫാമിലി നിറഞ്ഞ് കവിയുന്ന കാര്യം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇനിയും വിമർശിച്ചോളൂ. വിമർശിക്കുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കുക, നിൻ്റെയൊക്കെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം വിമർശിക്കുക. എന്താണേലും ഇതാണ് മോഹൻലാൽ ഫാൻ പവർ, അല്ലെങ്കിൽ മോഹൻലാൽ പവർ എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്തതാണ്. ലാൽ സലാം.